നിങ്ങൾ ആദ്യമായിട്ടല്ലേ അഭിനയിക്കുന്നത്? എങ്ങനെയൊന്നും നിങ്ങളുടെ ആ ഒരു ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ കഥ കേൾക്കുമ്പോഴും ശരിക്കും നിങ്ങളുടെ ഇടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു ക്യാരക്ടർ ആ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു? നമ്മൾ ആക്ച്വലി ഭയങ്കര ഈസി ആയിരുന്നു ഫ്രണ്ട്സ് ആവാൻ വേണ്ടി. കാരണം ഓൾമോസ്റ്റ് ആക്ച്വലി സെയിം ഏജ് ആണ്. അപ്പോൾ കുറെ സിമിലർ ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇരുന്നിങ്ങനെ സംസാരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇരുന്നിങ്ങനെ മിണ്ടി അങ്ങനെ ഒരു പോയിന്റിലും അങ്ങനെ ഒരു ഐസ് ബ്രേക്കിംഗ് അങ്ങനെ ഒരു ആവശ്യം വന്നില്ല. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പിന്നെ ഞാനിങ്ങനെ വായി അടയ്ക്കാണ്ട് മിണ്ടിക്കൊണ്ടിരിക്കുന്നോണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ സിനിമയിലേക്ക് ഞാൻ പറഞ്ഞ അധികം സിനിമകൾ ചെയ്തിട്ടില്ല അല്ലേ? പ്രകാശൻ നമ്മൾ കണ്ടിട്ടുണ്ട്, മകളില് കണ്ടിട്ടുണ്ട്. ഒരു ബ്രേക്കിന് ശേഷമാണ് തോന്നുന്നു അല്ലെ? ബ്രേക്ക് അല്ല, ആക്ച്വലി കത്തനാര് ചെയ്തിട്ടുണ്ടായി. അതിനിടയിൽ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി ചെയ്തു. പിന്നെ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന പടങ്ങൾ ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ കത്തനാര് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഐ മീൻ ഇപ്പോഴും കോളേജിൽ പഠിക്കണം, ഞാൻ അണ്ടർ ഗ്രാഡ് ചെയ്യുന്ന സമയത്തായിരുന്നു കത്തനാര് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇതും നമ്മൾ ആക്ച്വലി ഷൂട്ട് ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വരാനുള്ളൊരു ഡിലേ കൊണ്ട് കുറച്ചും കൂടെ വലിയൊരു ഗ്യാപ്പാന്ന് തോന്നുന്നു. അപ്പം ഇനി പടങ്ങള് വരുമ്പോഴത്തേക്ക് അത് ശരിയാവുമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ശരിക്കും ചെറുപ്പത്തിലെ സിനിമയിൽ വന്നതാണ്. ശരിക്കും 9 വർഷമായില്ലേ? കുമ്പളങ്ങി 2019 7 വർഷമായി. ചെറുപ്പത്തിൽ തന്നെ വന്നു നിങ്ങൾ രണ്ടുപേരും. ഇപ്പൊ അവിടുന്ന് എനിക്കൊന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാത്യു സിനിമയിൽ കുറെ സിനിമകൾ ചെയ്യുന്നു, ഇങ്ങനെ പോയി തമിഴിലൊക്കെ പോയി ഇവിടെ എത്തി നിൽക്കുന്നു. ഈ ഒരു ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു ഈ ഒരു മാറ്റം ഞാൻ ചോദിച്ചാൽ ഏത് രീതിയിലൊന്നും ഒരു ആക്ടർ എന്ന രീതിയിൽ കാര്യങ്ങൾ എന്തെല്ലാം പഠിച്ചു? ഞാൻ പറയാം ഇപ്പൊ ഈ ഒരു പൊസിഷൻ എത്തിയിട്ടുണ്ട്, ഇപ്പൊ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ഏതെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ ഗുണം ചെയ്യുന്നത്? അത് സ്ക്രിപ്റ്റ് സെലക്ഷനിലാണോ, ആക്ടിങ്ങിലാണോ, എങ്ങനെയൊക്കെയാണ്? അതോ ഈ പറയുന്ന പോലെ തന്നെ ഒരു വരുമ്പോൾ അന്നത്തെ ഒരു പുതിയൊരു ലോകത്തോട്ട് വന്നു, ഇപ്പൊ പരിചിതമായ ഒരു ലോകമായി? ഞാൻ ഉദ്ദേശം മനസ്സിലായി. എങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്? എങ്ങനെയാണത്? ഏതെല്ലാം കാര്യങ്ങൾ ഈസിയായി? എനിക്കൊന്നും അങ്ങനെ ചോദിക്കാം. എന്തോ ഭയങ്കര ഭാഗ്യമാണോ ദൈവാനുഗ്രഹമാണോ, ഫസ്റ്റ് ടീം ആദ്യത്തെ 2 സിനിമകളുടെയും ടീം വളരെ നല്ല ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. ക്രൂവും കാസ്റ്റും ഒക്കെ ആയാലും, എസ്പെഷ്യലി കുമ്പളങ്ങിയും തണ്ണീർമത്തൻ്റെ ഒക്കെ ടീം. അപ്പൊ അവരുടെ സിനിമയോടുള്ള അപ്രോച്ച് ഭയങ്കര ജെന്യൂനാണ്. അവർ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സ്നേഹത്തോടെയും എന്താ പറയാ അത്രയും എഫിഷ്യന്റും ജെന്യൂനും ഒക്കെ ആയിട്ടാണ് സിനിമയെ കാണുന്നതും സിനിമ ചെയ്യാൻ ശ്രമിക്കുന്നതും. അപ്പൊ അത് കണ്ട് എനിക്ക് ഞാനും ചെയ്യുമ്പോൾ അത്രയും ഇഷ്ടവും അത്ര എഫേർട്ടൊക്കെ കൊടുക്കണം. അപ്പൊ ആ സ്നേഹം എനിക്കും തോന്നി തുടങ്ങി സിനിമയോട്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ഒരു ഫോഴ്സ്. നമുക്ക് ഈ ക്രാഫ്റ്റിനോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഈ സിനിമയോടുള്ള ഇഷ്ടമാണ് ഇപ്പോഴും നമ്മൾ പുഷ് ചെയ്യുന്നത്. പിന്നെ ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്താ പറയാ, ഓരോ സീനുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം പോകുന്തോറും നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായാലും, പിന്നെ നമ്മൾ ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഇതങ്ങനെയല്ല, നമ്മൾ മനസ്സിലാക്കിയത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല, ഇതിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വേ ഉണ്ട്. അപ്പോൾ ഒരു അൺലേണിങ്ങും കോൺസ്റ്റന്റ്ലി നടക്കുന്നുണ്ട്.